അപ്പോൾ നമ്മളൊരു 6 മീഡിയം സൈസിലുള്ള വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരെണ്ണം 4 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് മാരിനേഷനൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിലേക്ക് മുളക് പൊടി ഇടാം കേട്ടോ. മുളക് പൊടി ഞാനിതേ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എരിവ് അനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ എന്താ വേണ്ടത്, നമുക്ക് ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഞാൻ ഉള്ളതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ, ചിക്കൻ മസാല, എന്ത് മസാല, മീൻ മസാല, ചിക്കൻ മസാല, അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഗരം മസാല എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴാണ് ആ മുളക് പൊടിയൊക്കെ ആ വെണ്ടയ്ക്കൊക്കെ അകത്തൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, ഫ്രിഡ്ജിലോ പുറത്തോ എവിടെയെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിതാ ഒരു പാൻ ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഓരോ വെണ്ടയ്ക്ക എടുത്തിട്ട് അതിലങ്ങ് നിരത്തി കൊടുക്കാം.